ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മളെല്ലാവരും പുതിയ ക്രെറ്റ ഫേസ് ലിഫ്റ്റ് കണ്ടതാണ്. പക്ഷേ എന്നാൽ ഈ ക്രെറ്റ ഫേസ് ലിഫ്റ്റ് എന്ന് പറയുമ്പം അതിൻ്റെ കൂടെ തന്നെ വരുന്ന വേറൊരു വണ്ടിയുണ്ട്. അതായത് ക്രെറ്റയുടെ തന്നെ കുറച്ചുകൂടെ എക്സ്റ്റൻഡഡ് വേർഷനായ 7 സീറ്റർ എൽക്കസാർ. ആ വണ്ടിയിൽ ഇതുവരെ ഒരു ഫേസ് ലിഫ്റ്റ് ഇറക്കിയിട്ടില്ല. 2024 സ്റ്റാർട്ടിങ്, അതായത് ജാനുവരി ആ സമയത്തൊക്കെയാണ് നമ്മുടെ പുതിയ ഫേസ് ലിഫ്റ്റ് ക്രെറ്റ വന്നത്. എന്തായാലും ഇപ്പോൾ എൽക്കസാർ ഫേസ് ലിഫ്റ്റിൻ്റെ ടെസ്റ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വണ്ടി ഇതിനു മുമ്പ് ഒരു ഫുൾ ക്യാമഫ്ലാജിലാണ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് പ്രത്യേകിച്ചൊന്നും കണ്ടാൽ മനസ്സിലാവില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ടെസ്റ്റിംഗ് ഇമേജിൽ പിന്നെയും കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ ഇൻ്റർനാഷണൽ മോഡലിൻ്റെ ടെസ്റ്റിംഗ് ഇമേജ് ഒക്കെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. സൗത്ത് കൊറിയയിൽ എവിടെയോ ആയിരുന്നത്. അത് ഞാൻ ഇതിനു മുമ്പ് ചാനൽ ഫീച്ചർ ചെയ്തിട്ടുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന പുതിയ ലീക്ഡ് ഇമേജസ് ഇതൊക്കെയാണ്. ഇവിടെ ഇപ്പോൾ ഫ്രണ്ട് പ്രൊഫൈലിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നേരത്തെ അൽക്കസാറിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ഇത്തിരി കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട് അവർ ക്രെറ്റ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. മറ്റതിപ്പോൾ ക്രെറ്റ അൽക്കസാർ എന്ന് പറയുമ്പോൾ അവർ ജസ്റ്റ് ഗ്രില്ലിലൊക്കെ ചെറിയ വ്യത്യാസമൊക്കെ അല്ലേ വരുത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ബമ്പറിൻ്റെ ഡിസൈനിലും പിന്നെ ഫോഗ് ലൈറ്റ്സിൻ്റെ ഡിസൈനിലും അങ്ങനെ ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു. ഈ വണ്ടിയിലേക്ക് വരുമ്പം DRLs അതുപോലെ ഹെഡ്ലൈറ്റ്സ് അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ മൈനർ ആയിട്ടുള്ള ട്വീക്സ് അവർ വരുത്തിയിട്ടുണ്ട്. പിന്നെ ഗ്രില്ലിൽ നമുക്ക് ചെറിയ വ്യത്യാസങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അതായത് ഫ്രണ്ട് കാണുകയാണെങ്കിൽ എക്സാക്ട്ലി മറ്റതുപോലെ ക്രെറ്റയിൽ തന്നെ നമുക്ക് ബേസ് ചെയ്ത പോലെ തോന്നില്ല. ചെറിയ രീതിയിലുള്ള കുറച്ച് വ്യത്യാസങ്ങളൊക്കെ അവർ വരുത്തിയിട്ടുണ്ടാകും. പിന്നെ സൈഡിലേക്ക് വരുമ്പം അവിടെ ഒരു മേജർ ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ പറ്റിയത് അലോയ് വീൽസിൻ്റെ കാര്യത്തിലാണ്. നമുക്ക് പുതിയ ക്രെറ്റയിൽ 18 ഇഞ്ച് അലോയ് വീൽസ് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നവർ 18 ഓർ അതിൻ്റെ അബോവ് സൈസുള്ള അലോയ് വീൽസ് തന്നെ ആയിരിക്കും. അത് ഈ വണ്ടിയിൽ കിടക്കുന്ന കണ്ടിട്ട് നല്ല വലുപ്പം തോന്നുന്നുണ്ട്. ആൻഡ് കുറേ കാലത്തിന് ശേഷമാണ് ഹ്യുണ്ടായി ഇങ്ങനത്തെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു അലോയ് വീൽസിൻ്റെ ഡിസൈൻ പിടിച്ചിരിക്കുന്നത്. ഇതിന് മുമ്പത്തെ ഹ്യുണ്ടായുടെ അലോയ് വീൽസിൻ്റെ ഡിസൈൻ എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ ഈ അടുത്ത് വന്നതൊന്നും അത്ര ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് പക്ഷേ കുറച്ചും കൂടി യൂണീക്ക് ആയിട്ടുള്ളൊരു സ്റ്റൈലാണ്. കുറച്ചൊക്കെ ഒരു ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് പോലെ തോന്നുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും കുഴപ്പമില്ല. ഒരു യൂണീക്ക് ആയിട്ടുള്ള സ്റ്റൈലിംഗ് പാറ്റേൺ അവർ അലോയ്സിൻ്റെ കാര്യത്തിൽ പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സൈസ് ആണെങ്കിലും 18 ഓർ 19 ഇഞ്ച് വരെ പോകാനുള്ള ചാൻസും ഉണ്ട്. കാരണം ഓൾറെഡി നമ്മുടെ ടാറ്റയൊക്കെ ഹാരിയറിലും സഫാരിലും 19 ഇഞ്ച് വരെ സൈസ് കൊടുക്കുന്നുണ്ട്. ബാക്കി ഡോറിൻ്റെ ഡിസൈനൊക്കെ സെയിം ആണ്. അതിപ്പോൾ ക്രെറ്റയിലും ആൽക്കസാറിലും എപ്പോഴും സെയിം ആയിരിക്കും. കാരണം വണ്ടി ബേസിക്കലി സെയിം ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് സൈഡിലൊന്നും ഒരു വലിയ മാറ്റങ്ങളൊന്നും വരത്തില്ല. ആകെ ബാക്കിലത്തെ ഓവർ ഹാങ് കൂട്ടിയിട്ടേ ഉള്ളൂ. അത് ആൽക്കസാറിൽ പണ്ടും അങ്ങനെയായിരുന്നു. ആ ഒരു പോർഷനിലൊന്നും ഇതിൻ്റെ അകത്ത് നമ്മൾ അങ്ങനെ വലിയ ഡിഫറൻസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ഇതൊന്നും അല്ലാണ്ട് നമുക്ക് ഈ വാഹനത്തിൻ്റെ ഡിസൈനിൽ ഏറ്റവും കൂടുതൽ ഡിഫറൻസ് കാണാൻ പറ്റുന്ന റിയർ പ്രൊഫൈലായിരിക്കും. ഇതിന് മുമ്പും അങ്ങനെ തന്നെയായിരുന്നു. ക്രെറ്റ അൽക്കസാർ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അൽക്കസാറിൻ്റെ റിയർ പ്രൊഫൈൽ ഇത്തിരി കൂടെ വലുതായിട്ടും കുറച്ചുകൂടെ മെച്ചുവറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഡിസൈൻ്റെ കാര്യത്തിൽ. അല്ലാണ്ട് സെക്കൻഡ് ജെൻ ക്രെറ്റ കുറച്ച് എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടമല്ലായിരുന്നു. പിന്നെ കണ്ട് നമുക്ക് ശീലമായി. അൽക്കസാർ പക്ഷേ അങ്ങനെ ഭയങ്കര പെട്ടെന്ന് കാണുമ്പോൾ എന്തോ പോലെ ഇരിക്കുന്ന ഡിസൈൻ അല്ലായിരുന്നു. സാധാരണ ഒരു വണ്ടിയിൽ കൊടുക്കുന്ന പോലത്തെ ഒരു ഡിസൈൻ തന്നെയാണ് അവർ കൊടുത്തത്. എന്തായാലും പുതിയ അൽക്കസാർ നമ്മൾ ക്രെറ്റയുടെ റിയർ പ്രൊഫൈൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്തായാലും ഡിഫറൻ്റ് ആയിരിക്കും. കാരണം കുറച്ചുകൂടെ വലിപ്പമുള്ള വണ്ടിയാണ്. പിന്നെ ബാക്കിൽ 7 സീറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ തേർഡ് റോ പാസഞ്ചേഴ്സിന് അത്യാവശ്യം ഹെഡ് റൂം കൊടുക്കണം. അതുകൊണ്ടൊക്കെ തന്നെ അവർ അതിൻ്റെ ഡിഫറൻസ് വരുത്തും. അതുകൊണ്ട് നമുക്ക് ടെയിൽ ലാംപ്സിൻ്റെ ഡിസൈൻ അതുപോലെ ബാക്കിലത്തെ മൊത്തത്തിലുള്ള ബമ്പർ, ഹെഡ്ലൈറ്റ് അങ്ങനെ സാധനങ്ങളിലൊക്കെ തീർച്ചയായും ഡിഫറൻസ് പ്രതീക്ഷിക്കാം. അതിൻ്റെ ഇമേജസ് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഈ വണ്ടി ടെസ്റ്റിംഗ് വണ്ടി തന്നെയാണ്. അതുകൊണ്ട് അവർ ഫ്രണ്ടും ബാക്കും വ്യത്യാസം വരുത്തിയിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ആകെപ്പാടെ നമുക്ക് വ്യത്യാസം ഇല്ലാത്ത സാധനങ്ങൾ മാത്രമാണ് അവർ ക്യാമോഫ്ലാജ് ഇല്ലാതെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് റെഡ് കളർ വണ്ടി കാണാൻ പറ്റുന്നത്. പിന്നെ അലോയ് വീൽസ് ഭാഗത്തിന് കവർ ചെയ്തിട്ടില്ല. ഇതിനുമ്പൊക്കെ അവർ അലോയ്സ് ഒക്കെ കവർ ചെയ്തുകൊണ്ടാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ലീക്ഡ് ഇമേജസ് ഒന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാൽ പോലും അൽക്കസാർ ക്രെറ്റ എന്ന് പറയുമ്പം രണ്ടും സെയിം വണ്ടികൾ തന്നെയാണ്. അതുകൊണ്ട് ഇൻറ്റീരിയറിൽ അവരെന്തായാലും അധികം ഡിഫറൻസ് വരുത്താനുള്ള യാതൊരു സാധ്യതയും ഇല്ല. ഡിഫറൻസ് വരുത്തും. ഇപ്പം അൽക്കസാർ ക്രെറ്റ നേരത്തെ ഉണ്ടായിരുന്നതിന് ചെറിയ കളർ തീമിൻ്റെ ഒക്കെ ഡിഫറൻസ് ഉണ്ടായിരുന്നു. അൽക്കസാർ ഇത്തിരി കൂടെ പ്രീമിയം ആയിട്ട് അവർ ടാൻ ആൻഡ് ബ്ലാക്കിൻ്റെ കോമ്പിനേഷനിലാണ് കൊടുത്തത്. നമുക്കിപ്പം നോർമലി ക്രെറ്റ വരുന്നത് ബ്ലാക്ക് ആൻഡ് ബേജ്, ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ കോമ്പിനേഷനാണ്. അൽക്കസാർ പുതിയ മോഡൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കളർ തീമിൻ്റെ ഡിഫറൻസ് ഉണ്ടാവായിരിക്കും. അല്ലാണ്ട് ബേസിക് ഡാഷ്ബോർഡിൻ്റെ ഡിസൈനൊക്കെ ഓൾമോസ്റ്റ് ഇതുപോലൊക്കെ തന്നെയായിരിക്കും വരാൻ പോകുന്നത്. അത് ആയത് നമുക്ക് അത്യാവശ്യം ഫീച്ചേഴ്സിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. ഇപ്പോൾ 10.25 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ്, 10.25 ഇഞ്ച് ഇൻസ്റ്റോൺ ക്ലസ്റ്റർ, ഇതൊക്കെ ഓൾറെഡി അൽക്കസാറിൽ പണ്ട് ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഈ ഒരു ഡിസൈൻ അല്ലായിരുന്നല്ലോ. ഡിസൈൻ കുറച്ചും കൂടെ നേരത്തെ ഉണ്ടായിരുന്ന ക്രെറ്റ പോലെയൊക്കെ തന്നെയായിരുന്നു. ഇതൊന്നും അല്ലാണ്ട് നമുക്കിപ്പോൾ ക്രെറ്റയിൽ വന്ന ഡ്യുവൽ സോൺ AC ഒക്കെ ഇതിൻ്റെ അകത്തേക്ക് ക്യാരി ഓവറായിട്ട് വന്നേക്കാം. അങ്ങനെ കുറച്ച് പുതിയ പുതിയ ഫീച്ചേഴ്സ് ഇപ്പോൾ സൈഡിലുള്ള മാഗ്നറ്റിക് ബാർ അതൊക്കെ ഇതിൻ്റെ അകത്ത് അൽക്കസാറിൽ അവർ കൊടുക്കുമായിരിക്കും. ബേസിക്കലി അൽക്കസാറിന് മുമ്പ് ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്ത് കൊടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. ചിലപ്പോൾ അവർക്ക് ബാക്കിലൊക്കെ വെന്റിലേറ്റഡ് സീറ്റ്സ് വേണമെങ്കിൽ കൊടുക്കാം. അത് സഫാരിയിൽ ടാറ്റ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് കൊടുക്കുന്നൊരു സംവിധാനമാണ്. അത് ആക്ച്വലി നല്ല ഫീച്ചറാണ്. കാരണം ബാക്കിൽ ക്യാപ്റ്റൻ സീറ്റ്സ് ഉള്ള സമയത്ത് ഫ്രണ്ടിൽ മാത്രം ആൾക്കാർ തണുത്തിരിക്കേണ്ട കാര്യമില്ല, ബാക്കിലുള്ളവർക്ക് കൊണ്ട് തണുത്തിരിക്കാമല്ലോ. അപ്പോൾ അത് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ ഉള്ളത് അഡ്വാൻസ് റെസിസ്റ്റൻസ് സിസ്റ്റമാണ്. അതെന്തായാലും ഈ വണ്ടിയിൽ വരും. കാരണം ഓൾറെഡി നമുക്ക് ക്രെറ്റയിൽ ഇപ്പോൾ അത് കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അവരത് കോംപ്രമൈസ് ചെയ്യാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ ഒക്കെ ടേംസിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന സെയിം എഞ്ചിൻസ് തന്നെ ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാകാൻ പോകുന്നത്. നമുക്ക് ക്രെറ്റയുടെ കേസിൽ അതുപോലെ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഡിഫറൻസ് വന്നു എന്ന് പറയാം. 1.5 ടർബോ ആണ് അതിൻ്റെ അകത്ത് പുതിയതായിട്ട് വന്നത്. പക്ഷേ അത് നമുക്ക് ഓൾറെഡി അൽക്കസാറിൽ ഇപ്പോഴും കിട്ടുന്നുണ്ട്. 2 ലിറ്റർ എണ്ണ എഞ്ചിൻ ആദ്യം പോയിട്ട് 1.5 ടർബോ വന്ന ഒരു വണ്ടിയാണ് അൽക്കസാർ. സോ അത് നമുക്കൊരു ഡിഫറൻസ് ആയിട്ട് പറയാൻ പറ്റില്ല. സോ പറഞ്ഞു വരികയാണെങ്കിൽ 1.5 ലിറ്റർ ടർബോ ഡീസൽ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. 115 PS പവർ, 250 Nm ടോർക്ക്. അത് തന്നെ നമുക്ക് മാനുവൽ ഓട്ടോമാറ്റിക് ടോക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ആണ് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ
ഇതിനകത്ത് വരുന്നത് 1.5 ലിറ്റർ TGDI ടർബോ പെട്രോൾ എഞ്ചിനാണ്. അതിനകത്ത് 160 PS പവറും 253 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കുമാണ് വരുന്നത്. അതും നമുക്ക് 7 സ്പീഡ് DCTയുടെ കൂടെ ആയിരിക്കും കിട്ടുന്നത്. അവർ മാനുവൽ കൊടുക്കുന്ന വേർഷൻസ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് അൽക്കസാറിൽ മാനുവൽ കൊടുക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഹ്യുണ്ടായി ഇപ്പം മൊത്തമായിട്ട് അവരുടെ റേഞ്ചിൽ നിന്ന് IMT ഉപേക്ഷിച്ചു. അതുകൊണ്ട് അതിനിയിപ്പം ഈ വണ്ടിയിൽ വരും എന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട, ഉറപ്പായിട്ടും ഉണ്ടാവില്ല. പിന്നെ ഹ്യുണ്ടായി ഈ അടുത്ത് ബ്ലോക്ക് യുവർ ഡേറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഈ അടുത്തല്ല, കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ്. സെപ്റ്റംബർ 9 to 14 ആണ് അവർ ബ്ലോക്ക് യുവർ ഡേറ്റ് എന്ന് പറഞ്ഞ് ഇറക്കിയിരിക്കുന്നത്. മിക്കവാറും ഈ ഒരു ഡേറ്റ് നമ്മുടെ അൽക്കസാറിൻ്റെ ലോഞ്ചിന് വേണ്ടി തന്നെ ആയിരിക്കും. അല്ലാണ്ട് ഇപ്പോൾ ഇനി പുതിയതായിട്ടൊരു വണ്ടി ഹ്യുണ്ടായിക്ക് അങ്ങനെ ഇറക്കാനില്ല, അവർ ഡെവലപ്പ് ചെയ്ത് വരുന്നുള്ളൂ. അതായത് ക്രെറ്റ EV ഒക്കെ ചിലപ്പോൾ ഇറക്കാം, പക്ഷെ എന്നാലും അതിന് കൂടുതൽ ചാൻസ് ഉള്ളത് അൽക്കസാർ ഫേസ് ലിഫ്റ്റ് ആണ്. കാരണം ഇപ്പോൾ ഓൾറെഡി ക്രെറ്റ ഇറങ്ങി, അത് ഇനിയിപ്പോൾ അവർക്ക് ഇറക്കാൻ അൽക്കസാർ ഉണ്ട്. സോ അങ്ങനെയൊക്കെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അതിലേക്കാണ് ഡയറക്റ്റ് എത്തിച്ചെല്ലുന്നത്. പിന്നെ പറയാൻ പറ്റുന്ന ഈ വാഹനത്തിൻ്റെ സേഫ്റ്റി, നമുക്ക് ഓൾറെഡി ക്രെറ്റയുടെ സേഫ്റ്റി കുറച്ച് കോംപ്രമൈസ്ഡ് ആയിരുന്നു സെക്കൻഡ് ജനറേഷൻ മോഡലിൽ. പക്ഷേ അതിപ്പോൾ ഈ ഫേസ് ലിഫ്റ്റ് വന്നപ്പോഴേക്കും വ്യത്യാസം വന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം അവർ അതിൻ്റെ പ്രസൻറ്റേഷനിൽ പറഞ്ഞായിരുന്നു ഒരു സ്ട്രക്ചറൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് എന്നൊക്കെ, പക്ഷേ നമുക്ക് റിയൽ ലൈഫിൽ കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷേ ഈ അടുത്ത് ഗ്രാൻഡ് വിറ്റാരയുടെയും അതുപോലെ കുറച്ച് വണ്ടികളിലൊക്കെ ക്രാഷ് ടെസ്റ്റിൻ്റെ ഫോട്ടോസ് ലീക്കായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ വണ്ടികളിൽ സേഫ്റ്റി റേറ്റിംഗ് ഒന്നുമില്ല, പക്ഷെ എന്നാൽ പോലും ഇതിന് മുമ്പ് വളരെ മോശമായിട്ട് പെർഫോം ചെയ്തൊരു വണ്ടി, 3 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയൊരു വണ്ടി ഇപ്രാവശ്യം 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടി എന്ന് പറഞ്ഞ ഒരു ടോക്കൊക്കെ ഉണ്ടായിരുന്നു. അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല, ജസ്റ്റ് ഒരു റൂമറാണ്, നമുക്ക് നോക്കാം. അങ്ങനെ വരികയാണെങ്കിൽ അതിൻ്റെ ഒരു പോസിബിലിറ്റി ഉള്ള ക്രെറ്റയ്ക്കാണ്. ഇനിയിപ്പോൾ ക്രെറ്റയ്ക്ക് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കൂടെ കിട്ടുകയാണെങ്കിൽ പിന്നെ അതിന് പ്രത്യേകിച്ചൊന്നും കുറ്റം പറയാനില്ല. കാരണം എല്ലാ രീതിയിലും നമുക്കൊരു നല്ലൊരു ഓൾറൗണ്ടറായിട്ട് പറയാൻ പറ്റുന്ന വണ്ടിയാണ്. അതുകൊണ്ടാണ് എല്ലാ മാസവും 15,000-ന് മുകളിൽ അവർക്ക് ക്രെറ്റ വിൽക്കാൻ പറ്റുന്നത്. ഇപ്പം തന്നെ ഈ വാഹനത്തിൻ്റെ സെയിൽ ജസ്റ്റ് 6 മാസം കൊണ്ട് 1 lakhs ആയിരിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത്രയും വില വരുന്നൊരു വണ്ടി ഇത്രയും പെട്ടെന്ന് അവർ ഈ ഒരു റേഞ്ചിലേക്ക് സെയിൽസ് എത്തിച്ചിട്ടുണ്ട്. എന്തായാലും കഴിച്ച് ഇതാണ് നമ്മുടെ പുതിയ അൽക്കസാർ ഫേസ് ലിഫ്റ്റിൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.